أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ نادى ربك موسى أن ائت القوم الظالمين قوم فرعون ألا يتقون. صدق الله العظيم. അശ്ശുഅറാ 10-11. വഇദ് നാദാ റബ്ബുക, താങ്കളുടെ റബ്ബ് വിളിച്ച സന്ദർഭം ഓർത്തു നോക്കുക. മൂസ അലൈഹിസ്സലാമിനെ അനിഇത്തി, താങ്കൾ വരുക എന്ന്, അല്ലെങ്കിൽ ചെല്ലുക എന്ന്, അൽ ഖൗമൽ ലാലിമീൻ, അക്രമികളായ ആ ജനതയിലേക്ക്. ഖൗമ ഫിർഔന, അതായത് ഫിർഔനിന്റെ ഖൗമിലേക്ക്. അലാ യത്തഖൂൻ, അവർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ, അഥവാ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ എന്ന് അവരോട് ചോദിക്കാൻ എന്നർത്ഥം. ഇവിടുന്ന് അങ്ങോട്ട് കുറെ ആയത്തുകളിലായിട്ട് മൂസ അലൈഹിസ്സലാമിന്റെയും ഫിർഔനിന്റെയും ചരിത്രം വിശദമായി പറയുകയാണ്. പറയുന്നതിന്റെ ഉദ്ദേശ്യം വരികളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ്. വഇദ് നാദാ റബ്ബുക, താങ്കളുടെ റബ്ബ് വിളിച്ച സന്ദർഭം ഓർത്തു നോക്കുക എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണല്ലോ പറയുന്നത്. അതിനൊരു കാരണമുണ്ട്. അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിരാളികളുടെ എതിർപ്പിന്റെ മുമ്പിൽ, അവരുടെ നിഷേധത്തിന്റെ മുമ്പിൽ ദുഃഖിതനും വലിയ മനപ്രയാസം അനുഭവിക്കുന്നതുമൊക്കെ മുകളിൽ സൂചിപ്പിച്ചല്ലോ. ലഅല്ലക ബാഷിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അദ്ദേഹത്തെക്കാൾ റിസ്ക്കുള്ള ഒരു ദൗത്യം ഏറ്റെടുത്ത മൂസ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച്. മൂസ അലൈഹിസ്സലാം പറഞ്ഞയക്കപ്പെട്ടത് ഖൗമുൽ ലാലിമീനിലേക്കായിരുന്നു. സ്വന്തം നിലയിൽ തന്നെ അക്രമി, ആൺകുട്ടികളെ അറുത്തു കൊല്ലുക, പെണ്ണുങ്ങളെ മാനഭംഗപ്പെടുത്തുക, ഇങ്ങനെയൊക്കെയുള്ള അളവറ്റ ക്രൂരതയും ധിക്കാരത്തിന്റെ ഒരു ആൾരൂപമായിരുന്നു ഫിർഔൻ. മറ്റു പലയിടത്തും ഫിർഔനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ കഥ. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ, ഫിർഔൻ സകല പരിധിയും വിട്ടിരിക്കുന്നു, അവനിലേക്ക് ചെല്ലണം എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അതാണ് ഇവിടെ അൽ ഖൗമൽ ലാലിമീൻ, അക്രമികളായ ജനതയിലേക്ക് ചെല്ലുക എന്ന് ആദ്യം പറഞ്ഞത്. അഥവാ ആ സമൂഹം മുഴുവൻ. ഫിർഔൻ ഒറ്റക്കല്ലല്ലോ ഈ ബനി ഇസ്രായേല്യരെ കുട്ടികളെ കൊല്ലുന്നതും പീഡിപ്പിക്കുന്നതും ഒക്കെ. ഒരു സമൂഹം മുഴുവനുമാണ്. സമൂഹത്തിനെ അതിലേക്ക് പ്രേരിപ്പിക്കുകയും അതുപോലെ അത് ശീലിപ്പിക്കുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ് ഫിർഔൻ. അങ്ങനെ അല്ലാതെ ജീവിക്കാൻ അവർക്കും കഴിയില്ല. ഫിർഔന്റെ ചൊൽപ്പടിക്കല്ലാതെ അവിടുത്തെ പ്രഭുക്കന്മാർക്ക് പോലും ജീവിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണാം, മൂസാ നബിയിൽ വിശ്വസിച്ച ഒരു പ്രഭു അദ്ദേഹത്തിന്റെ ഈമാൻ മറച്ചു വെക്കുകയാണ് ചെയ്തത്. അവിടുത്തെ സാഹചര്യം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അതിനെ അപേക്ഷിച്ച് അത്ര വലുതല്ല മക്കക്കാരുടെ പ്രശ്നം. മക്കയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ ബനൂ ഹാഷിം ഉണ്ടായല്ലോ. അവര് ഇസ്ലാം സ്വീകരിക്കാതിരുന്നിട്ട് പോലും അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അക്രമികൾക്ക് വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചത് ചരിത്രത്തിൽ നമുക്ക് കാണാം. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുകയാണ്, ഇതിനേക്കാളും കടുത്ത ദൗത്യം ഏറ്റെടുത്ത നബിയെ താങ്കൾ ഓർത്തു നോക്കുക
എന്ന്. അതിനാണ് വൈദ നാദ റബ്ബുക മൂസ അനിയത്തിൽ ഖൗമൻ ളാലിമീൻ. എപ്പോഴാണ് അത് സംഭവിച്ചത് എന്ന് വിശദമായി ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. മൂസ അലൈഹിസ്സലാം ഫിറൗനിന്റെ കൊട്ടാരത്തിലാണ് ജീവിച്ചത്. അങ്ങനെ ഇരിക്കെയാണ് അബദ്ധത്തിൽ ഒരാളെ കൊന്നുപോയത്. അതിന്റെ മുമ്പ് തന്നെ ബനി ഇസ്രായേലിനെ കൊട്ടാരത്തിൽ വളർത്തുന്നതിന് മുറുമുറുപ്പുള്ള പ്രഭുക്കന്മാർ മൂസ അലൈഹി ഇസ്ലാമിനെ കൊല്ലാൻ ഫിറൗനെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന വിവരം ചോർന്നു കിട്ടിയപ്പോഴാണ് അദ്ദേഹം മദീനയിലേക്ക് നാടുവിടുന്നതും 8-10 കൊല്ലം അവിടെ താമസിക്കുന്നതും. താമസം മഹറായിട്ട് നിശ്ചയിച്ചുകൊണ്ട് വിവാഹം കഴിച്ച് അങ്ങനെയാണ് അദ്ദേഹം കുടുംബജീവിതം നയിക്കുന്നത്. ആ 8-10 കൊല്ലം കഴിയുമ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയാണ് മലയുടെ മുകളിൽ നിന്ന് വെളിച്ചം കാണുകയും വഴി ചോദിക്കാനും തീക്കൊള്ളി കിട്ടാനും ആഗ്രഹിച്ച് കുടുംബത്തെ താഴെ നിർത്തി അദ്ദേഹം മലമുകളിലേക്ക് കയറിപ്പോവുകയും ചെയ്യുന്നത്. അവിടുന്നാണ് ഈ വിളി അദ്ദേഹം കേൾക്കുന്നത്, മൂസ അലൈഹിസ്സലാം. അങ്ങനെയാണ് അദ്ദേഹം നബിയായി നിയോഗിക്കപ്പെടുന്നത്. അതിന്റെ വിശദാംശങ്ങൾ താഴെയുണ്ട്. ഇപ്പോൾ ഒരു തുടക്കം എന്നുള്ള നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, താങ്കൾ അതൊന്ന് ഓർത്തു നോക്കൂ. അൽ-ലാലിമീൻ, ഖൗമൽ ലാലിമീൻ എന്ന് വിളിച്ചത് ആരെയാണ്? ഖൗമ ഫിർഔന, ഫിർഔനിന്റെ ഖൗമിനെയാണ്. അക്രമികളായ ജനത എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ വിശദീകരണം എന്നോണമാണ് ഖൗമ ഫിർഔന, അതായത് ഫിർഔനിന്റെ ഖൗമിലേക്ക്. അങ്ങനെ പറയുന്നത് ആരാണ് ലാലിമുകൾ എന്ന സംശയം വേണ്ട. അത് ലാലിമുകളിലെ വലിയ ലാലിമുകളായ അക്രമികളായ ഫിർഔനിന്റെ സമൂഹമാണ് എന്ന് ധരിപ്പിക്കാനാണ് അങ്ങനെ ഒരു ശൈലിയിൽ അത് പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അതൊന്ന് എടുത്തു പറയുകയാണ്. അക്രമികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ഫിർഔനിന്റെ ജനതയാണ് എന്ന്. അതിന് മാത്രം ഉണ്ടായിരുന്നു അവരുടെ അക്രമം. എന്നിട്ട് ആ അക്രമികളായ ജനതയുടെ അടുത്ത് ചെന്നിട്ട് മൂസ അലൈഹിസ്സലാം ചോദിച്ചത്, അല്ലെങ്കിൽ ചോദിക്കാൻ ഏൽപ്പിക്കപ്പെട്ടത്, അലാ യത്തഖൂൻ, നിങ്ങൾ പടച്ചവനെ പേടിക്കുന്നില്ലേ എന്നാണ്. അഥവാ മൂസ അലൈഹിസ്സലാം നടത്തിയ ദഅ്വാ പ്രവർത്തനങ്ങളുടെ ഒക്കെ അന്തർധാര, ആകത്തുക ഈ ഒറ്റ ചോദ്യത്തിലുണ്ട്. ഫിറൗനോടും ഫിറൗനിന്റെ പ്രഭുക്കന്മാരോടും അയാളെ താങ്ങി നിർത്തുന്ന അയാളുടെ ജനതയോടും അയാളുടെ മർദ്ദനം സഹിക്കുന്ന മൂസാ നബിയുടെ വംശജരായ ബനി ഇസ്രായേല്യരോടും എല്ലാവരോടും ചോദിക്കാനുള്ളത് ഒറ്റ ചോദ്യമാണ്, അലാ യത്തഖൂൻ എന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓർക്കൂ എന്നാണല്ലോ ഇത് പറയുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലും ചെയ്ത പണി അത് തന്നെയാണ്. നേതാക്കളെയും സമൂഹത്തെയും എല്ലാവരെയും അള്ളാഹുവിലേക്ക് വിളിക്കുക. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നില്ലേ എന്ന് അവരോട് ചോദിക്കുക. എല്ലാ നബിമാരും ചെയ്തത് അതാണ് എന്ന് ഖുർആൻ അവരവരുടെ ചരിത്രം പറയുന്നിടത്തൊക്കെ വ്യക്തമാക്കുന്നുണ്ടല്ലോ. ഇവിടെ ഇത് പരാമർശിക്കുന്നതിൽ മറ്റൊരു സാങ്കത്യവും കൂടിയുണ്ട്. ഫിറൗനിനെ ആദ്യം തന്നെ പരാമർശിക്കുന്നത് അത് മുകളിൽ പറഞ്ഞു, വമാ യഅ്തീഹിം മിൻ ദിക്രിൻ മിനർ റഹ്മാനി മുഹ്ദത്തിൻ ഇല്ലാ കാനൂ അൻഹു മുഅ്രിളീൻ. അള്ളാഹുവിന്റെ ഏത് സന്ദേശം വന്നാലും അവരതിനെ അവഗണിക്കുകയാണ് എന്ന്. അവർക്കിനി വേണ്ടത് അസാധാരണമെന്ന് അവർക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു ദൃഷ്ടാന്തം ഇങ്ങോട്ട് കൊടുക്കുകയാണ്. അതിനാദ്യം മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇന്നശൈ നുനസ്സിൽ അലൈഹിം മിനസ് സമായി ആയത്തൻ ഫളല്ലത്ത് അഅനാഖുഹും ലഹാ ഖാദിഈൻ. അല്ലാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെയൊക്കെ മുസ്ലിമാകുകയല്ലാതെ വിശ്വസിക്കുകയല്ലാതെ നിവൃത്തിയില്ല എന്ന അവസ്ഥയിൽ നിർബന്ധിതരാക്കുന്ന ഒരായത്ത് വേണമെങ്കിൽ ഇറക്കാൻ അല്ലാഹു തആലക്ക് പറ്റും. പക്ഷേ അല്ലാഹു തആല ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒന്നും ഇറക്കുകയല്ല. പകരം മനുഷ്യനോട് അള്ളാഹുവിന്റെ സൃഷ്ടിവൈഭവത്തിന്റെയും അവന്റെ സാന്നിധ്യത്തിന്റെയും അവന്റെ ഉണ്മയുടെയും അവന്റെ സൃഷ്ടിവൈഭവത്തിന്റെയും അതുപോലെ അവന്റെ അധികാരത്തിന്റെയും നിയന്ത്രണത്തിന്റെയും
എല്ലാം അടയാളങ്ങൾ സ്വന്തം ശരീരത്തിലും ചുറ്റുപാടും കാണുന്നുണ്ട്. അതിലേക്കൊക്കെ നോക്കൂ എന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അസാധാരണമായ 9 ദൃഷ്ടാന്തങ്ങൾ നൽകപ്പെട്ടവനായിരുന്നല്ലോ ഫിർഔൻ. ഖുർആൻ അത് സൂചിപ്പിക്കുന്നുണ്ട്. ആയാത്തിൻ ബയ്യിനാത്ത്, സുവ്യക്തങ്ങളായ 9 ദൃഷ്ടാന്തങ്ങൾ അത് ഫിർഔനിന് കാട്ടിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ധിക്കാരിയായ ഫിർഔൻ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ബോധപൂർവം ധിക്കരിച്ചവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന സമ്പൂർണ്ണ നാശമാകുന്ന ശിക്ഷ ഏറ്റുവാങ്ങുകയാണ് ചെയ്തത്. അതിവിടെ പറയുന്നത് എന്തിനാണ്? മക്കാ മുശ്രിക്കുകളും അങ്ങനെ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ, അസാധാരണ ദൃഷ്ടാന്തങ്ങൾ, മല പൊന്നാക്കണം, മക്കയിലൊരു 2 തോട്ടമുണ്ടാക്കണം, അതിനിടയിലൂടെ ഒരു അരുവി ഒഴുക്കണം, അതിൽ റസൂലുള്ളാഹിക്ക് ഒരു കൊട്ടാരം വേണം, ഇങ്ങനെ തുടങ്ങിയുള്ളതൊക്കെ ആവശ്യപ്പെടുകയാണ്. ഈ ധിക്കാരികൾ അങ്ങനെ അവരാവശ്യപ്പെടുന്നത് കൊടുത്താലും അംഗീകരിക്കുകയില്ല എന്ന് വിശ്വാസികൾക്കും റസൂലുള്ളാഹിക്കും മനസ്സിലാവണം. അതുപോലെ തന്നെ നിങ്ങൾ ധിക്കാരം കൊണ്ട് ചോദിക്കുന്നവർക്ക് എന്ത് തന്നാലും കാര്യമില്ല എന്ന് എതിരാളികളെയും ബോധ്യപ്പെടുത്തണം. അതിന് രണ്ടിനും കൂടിയാണ് മൂസാ അലൈഹിസ്സലാമിന്റെ സംഭവം അല്ലെങ്കിൽ മൂസാ ഫിർഔൻ കഥ ഇവിടെ വിവരിക്കാൻ ആരംഭിക്കുന്നത്. ഇവിടെ സ്വാഭാവികമായി നമുക്കൊരു ചോദ്യമുണ്ടാകും. അന്ന് വിശ്വാസികൾക്ക് പലർക്കും ഉണ്ടായതുപോലെ എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം അങ്ങോട്ട് കാട്ടിക്കൊടുത്തൂടെ? അള്ളാഹ്ക്ക് അങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്താൽ എന്താ? അല്ലാതെ ഈ നിത്യവും കാണുന്ന സംഭവങ്ങൾ എടുത്തു പറഞ്ഞിട്ട് അത് അള്ളാഹുവിന്റെ ആയത്തും ബയ്യിനയാണെന്ന് എങ്ങനെ മനസ്സിലാവാനാണ്? അതൊരു സാധാരണ സംഭവമായിട്ടല്ലേ തോന്നുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു തആല അങ്ങനെ ആലോചിക്കേണ്ടതില്ലാതെ വിശ്വസിക്കുവാൻ അല്ല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ. അതുകൊണ്ടാണ് പകലാണെന്ന് വിശ്വസിക്കൽ എന്ന ഒരു നിർബന്ധം ഇല്ലാത്തത്. അതൊക്കെ മനുഷ്യർക്ക് സ്വയം ബോധ്യപ്പെടുമ്പോൾ തന്നെ വരുന്നതാണ്. ചിന്തക്കും ബുദ്ധിക്കും ആലോചനക്കും കീഴ്പ്പെടലിനുമൊക്കെ സ്കോപ്പുള്ളത് ആയത്തുകളിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ്. ആയത്തുൻ ബയ്യിന എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള മുഅ്ജിസത്തുകൾ അത് വേണ്ടിടത്ത് മാത്രമേ അല്ലാഹു തആല കാണിക്കുകയുള്ളൂ. അതിലൊരുത്തനാണ് ഫിർഔൻ. അഥവാ ഫിർഔനിന്റെ അക്രമത്തിനെ നേരിടാൻ അയാളെ ഇത് ബോധ്യപ്പെടുത്തേണ്ടത് കൂടിയുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ അയാളെ തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ബോധ്യപ്പെടുത്തുന്ന മുഅ്ജിസത്തുകളുടെ ഒരു പരിമിതിയുണ്ട്. അതെന്താണ്? മൂസാ നബിയുടെ വടി അത് പാമ്പായത് ആകെ 3 തവണയാണ്. ആ 3 തവണ പാമ്പായത് കണ്ടത്, ഒന്നാമത്തത് മൂസാ നബി മാത്രമാണ് കണ്ടത്, രണ്ടാമത്തത് ഫിറൗനിന്റെ സദസ്സിലുള്ളവരും കണ്ടിട്ടുണ്ടാകാം, മൂന്നാമത്തേത് ആ സ്റ്റേഡിയത്തിൽ ഒരുമിച്ച് കൂടിയ ജനത മാത്രമേ കണ്ടിട്ടുണ്ടാകുള്ളൂ. ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം മുഴുവനും അത് ഒരു റിപ്പോർട്ട് മാത്രമാണ്. വേദഗ്രന്ഥത്തിന്റെ വരികളിലൂടെ, അതുപോലെ ഹദീസ് എന്ന് പറയുന്നത് പോലെ ഉള്ള വിശദീകരണങ്ങളിലൂടെ, പിന്നെ വാമൊഴി വഴക്കത്തിലൂടെ, ഉദ്ധരണികളിലൂടെ ഒക്കെ പറയപ്പെടുന്ന ഒരു കഥ മാത്രമാണ്. അതേ സമയത്ത് നിത്യജീവിതത്തിൽ നാം കാണുന്ന ആയത്തുകളോ അത് എല്ലാ മനുഷ്യർക്കും അവരവരുടെ ശരീരം മുതൽ അങ്ങകലെയുള്ള നക്ഷത്രങ്ങൾ വരെ നിരന്തരം ഖിയാമത്ത് വരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു അസാധാരണ ദൃഷ്ടാന്തമായി തോന്നുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ, സാധാരണത്വം എന്ന് പറയുന്നത് ഏത് ഒരു അസാധാരണത്വം? അഥവാ മൂസാ നബി അലൈഹി സ്വലാമിന്റെ വടി എന്നും ഇങ്ങനെ പാമ്പാകുന്നത് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതൊരു സാധാരണ സംഭവമായിട്ട് മാറും. ആലോചിച്ചു നോക്കിയാൽ നാം കാണുന്ന അടയാളങ്ങൾ മുഴുവൻ അസാധാരണങ്ങളാണ്. ഇപ്പൊ പിന്നെ വിശുദ്ധ ഖുർആനിൽ ബനി ഇസ്രായേലിയുടെ കഥ പറയുന്നിടത്ത് സൂറത്തുൽ ബഖറയിൽ നമ്മൾ കണ്ടതുണ്ട്. റഫഅനാ ഫൗഖകുമു തൂറ, പർവ്വതത്തെ ഉയർത്തി കാണിച്ചു.
അതൊരു അസാധാരണ സംഭവമായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ആ അസാധാരണ സംഭവം തന്നെയല്ലേ ഭൂഗോളം ശൂന്യാകാശത്ത് ഒരു താങ്ങുമില്ലാതെ നിൽക്കുന്നത്. അതുപോലെ ചന്ദ്രൻ നമ്മൾ നിത്യേന കാണുന്നത്. അത് നിത്യേന കാണുന്നത് കൊണ്ടല്ലേ അസാധാരണമല്ലാത്തത് സാധാരണമായി തീർന്നത്. അങ്ങനെ നോക്കിയാൽ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ യഥാർത്ഥത്തിൽ അത്ഭുത പ്രതിഭാസങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ മുകളിൽ ഉദ്ധരിച്ചത് ചെടി മുളക്കുന്നതും പൂക്കൾ വിരിയുന്നതുമൊക്കെയാണ്. കമ്മമ്പത്തിന ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. എത്ര എത്ര ചെടികൾ മുളച്ചു, എത്ര മുന്തിയ ഇനങ്ങൾ. ഇങ്ങനെ ചെടികളും ജന്തുക്കളും ഒക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുവാൻ മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി ഏതുപോലെ പ്രയോജനപ്പെടുമോ അതുപോലെ പ്രയോജനപ്പെടുന്നതാണ്. ഇത് എപ്പോഴും കാണുന്നത് കൊണ്ട് ഇത് സാധാരണവും, അത് എപ്പോഴും ഇല്ലാത്തത് കൊണ്ട് അത് അസാധാരണവും. അത് എപ്പോഴും കണ്ടിരുന്നെങ്കിൽ എല്ലായിടത്തും ഖുർആനിന്റെ കൂടെ ഒരു വടി പാമ്പാകുന്നത് ഉണ്ടായിരുന്നെങ്കിൽ അതൊരു സാധാരണ സംഭവമാകും. അതിൽ പിന്നെ അസാധാരണത്വം ഉണ്ടാകുകയില്ല. ഇത്രയേ ഉള്ളൂ കാര്യം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അത്ഭുത ദൃഷ്ടാന്തം എന്ന് തോന്നുന്നത് കാണിച്ചു കൊടുത്താലേ സത്യം ബോധ്യമാകൂ എന്ന പരിമിതിയൊന്നും അള്ളാഹു താലാക്കില്ല. അല്ലാതെ തന്നെ അവനത് ബോധ്യപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ അവരാ ചോദിക്കുന്നത് കൊടുക്കേണ്ടതില്ല. സത്യാന്വേഷികളാണെങ്കിൽ സത്യം മനസ്സിലാക്കുവാനുള്ള അടയാളങ്ങളും തെളിവുകളും അവരവരുടെ ശരീരത്തിൽ തന്നെ ഉണ്ട് വേണ്ടത്ര. അതേ സമയത്ത് ധിക്കാരിയാണെങ്കിലോ ഫിറൗനിന്റെ അവസ്ഥയാണ്. എത്ര എണ്ണം കാട്ടിക്കൊടുത്താലും ഫിറൗൻ മാറുകയില്ല. നന്നെ ചുരുങ്ങിയത് ആ അവസാനം ചെങ്കടൽ പിളർന്ന് മൂസാ അലൈഹിസ്സലാം രക്ഷപ്പെട്ട് ചെങ്കടൽ പിളർന്നിക്ക തൗദിൽ അലീം വലിയ എടുപ്പ് പോലെ വെള്ളം മാറി നിൽക്കുന്നതും കടലിന് നടുവിലൂടെ തരീഖൻ യബസൻ ഉണങ്ങിയ വഴി ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഒരു ജനത മുഴുവനും മൂസാ അലൈഹി സ്വലാമിന്റെ നേതൃത്വത്തിൽ അക്കരെ കടന്ന് രക്ഷപ്പെടുന്നതും കണ്ടിട്ട് ആ കരയ്ക്ക് നിന്നെങ്കിലും അയാൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ചരിത്രം തന്നെ മറ്റൊന്നായേനല്ലോ. പക്ഷേ അയാളുടെ ധിക്കാരം, അയാളുടെ ദുരഭിമാനം അതിന് സമ്മതിച്ചില്ല. എങ്കിൽ അത് തന്നെയാണ് മക്കാ മുശ്രിക്കുകളുടെ അവസ്ഥയും ഖുർആനിന്റെ ലോകാവസാനം വരെയുള്ള എതിരാളികളുടെ അവസ്ഥയും. അവർ സത്യാന്വേഷികളാണെങ്കിൽ അവർക്കിത് സത്യമാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പരിശുദ്ധ ഖുർആനിന്റെ വരികൾ തന്നെ ധാരാളമാണ്. പിന്നെ അവരുടെ ശരീരവും ഈ പ്രപഞ്ചവും. അല്ല, സത്യം ബോധ്യമായാലും അംഗീകരിക്കുകയില്ല എന്നാണെങ്കിൽ എന്ത് അത്ഭുതം കാണിച്ചു കൊടുത്തിട്ടും ഒരു കാര്യവും ഉണ്ടാകുകയില്ല. ഈ വസ്തുതയാണ് ഈ കഥ വിശദമായി പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയും ബോധിപ്പിക്കുന്നത്. അള്ളാഹു അവന്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖതൻ വനദറാ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.